അയിനിച്ചക്ക എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്താ ഇതിന് പറയാ ചക്കനല്ല അയിനിച്ചക്ക അല്ലേ അയിനിച്ചക്കല്ല ആഞ്ഞിച്ചക്ക അയിനിച്ചക്ക ഈ ചേട്ടൻ എന്താ നാസർ എന്നാണ് പേര്. ഇത് നമ്മളെ തൃശ്ശൂർ റോഡില്ല തൃശ്ശൂർ സ്ഥലത്തിന്റെ പേര് കൈപ്പറമ്പ് അല്ലേ നമ്മള് തൃശ്ശൂർക്ക് പോണ കൈപ്പറമ്പുള്ള സ്ഥലത്താണ്. കിലോ 200. ചക്കക്കോ ചക്ക 30 രൂപ. 30 രൂപ. അത് സാധാരണ തമിഴ്നാട്ടിൽ പോണ സാധനല്ലേ കേരളത്തിൽ ആളുകളുണ്ട് പോകണ്ടല്ലേ ഇതാതിരി 100 രൂപ പോലെ വിൽക്കുന്നുണ്ട്. വിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇത് നമ്മള് കേരളത്തിൽ ആളുകളെ വാങ്ങുന്നുണ്ട് ഉണ്ടല്ലേ. ഇപ്പൊ ചക്ക ആ കൊറോണ ടൈമിൽ വീര്യം കൂടിയത്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവോ? ഇതിന്റെ അകത്തുള്ള ഒരു ചക്കന്റെ ആ ചോളട്ട അയനിൽ ചക്ക നോക്കട്ടെ. എന്റെ മക്കളെ സൂപ്പർ ആട്ടോ. എന്താണ് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. കാരണം ഇത് നമ്മള് ഇത് പഴയ കാലത്ത് ഈ ഒരു സാധനം വറുത്ത് തിന്നിരുന്നു. ഇതിന്റെ അല്ലേ കുരു വറുത്ത് തിന്നില്ലായിരുന്നാ? ഇല്ല. ആ ഉള്ളത് അവന്റെ മോനെ ഇതാ ഊമ്പി തിന്നാന്ന് പറഞ്ഞത്. ആ കുരു പോയാ തൊള്ളിക്ക് അത് ടേസ്റ്റ് കൊണ്ടാണ്. നമ്മള് തൃശ്ശൂർ കുന്നംകുളം റോഡിന്റെ സൈഡിൽ കാണാൻ കൈപ്പറമ്പ് എന്ന സ്ഥലത്തായിട്ട് അതാ അയിനിച്ചക്ക 1 കിലോന് 200 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ നാസർഖാനാണ്. ഇത് അയിനിച്ചക്കൊക്കെ ഔഷധ ഗുണങ്ങൾ ഇതെന്നാണ് പറഞ്ഞത് അല്ലേ നാസർഖാൻ അല്ലേ? അപ്പൊ ഇത് തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ ഈ കൂടി ജോയിന്റ് ആവും. ശരിയാവും. പഴയ കാലത്ത് ഇതിന്റെ കുരൊക്കെ വറുത്ത് തിന്നിരുന്നു. ഇപ്പൊ ഇത് നമ്മളെ വ്യാപാരമായിട്ട് 2-3 കൊല്ലത്തിൽ ഈ സൈഡ് റോട്ടിൽ സൈഡിലൊക്കെ ഈ സാധനങ്ങൾ കണ്ടുതന്നെ അല്ലേ? അപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തോന്നൂല്ലേ? ഇത് കഴിയുമ്പോഴേക്ക് റംബൂട്ടാനാവും. അപ്പൊ നാസർഖാൻ നമ്മളിങ്ങനെ നാസർഖാൻ കണ്ടു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുക. നമ്മൾക്ക് കുറവെന്താ കൊടുക്കുവോ? പിന്നെന്താ അതാ കുറച്ച് എടുക്കുന്ന പറഞ്ഞത്. എന്തെങ്കിലും കൂടുതൽ എടുത്താൽ കുറച്ച് കൊടുക്കുന്ന ചക്ക ഉണ്ട് അല്ലേ? ചക്ക ഉണ്ട്, അതാ മാങ്ങുണ്ട്. നമുക്ക് പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് 1 കിലോ അല്ലേ? നമുക്ക് ടേസ്റ്റ് ഉണ്ട് ചക്ക അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ.